ഒരു ലീഗലി മൂവ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അന്വേഷണങ്ങൾ വരുമ്പോൾ സഹകരിക്കാൻ ഐ എം റെഡി. നോ, നിങ്ങളത് വളച്ചൊടിക്കരുത്. പരാതി സമർപ്പിക്കുന്നതിന് മുന്നേ ഹൈദരലി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടറിന് ഓൾറെഡി പരാതി കിട്ടിയെന്ന് പറഞ്ഞ അമ്മയുടെ നിന്ന് പരാതി കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ കൂടെ ഐ നീഡ് ടു നോ ബിഫോർ ബ്ലെയിമിങ് എനി അസോസിയേഷൻസ്. അമ്മയിൽ പരാതി കൊടുത്ത നടിയുടെ ബുദ്ധി വൈഭവത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയും കരച്ചിലും ഒരുമിച്ച് വരുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു നടനെതിരായിട്ട് അമ്മയിൽ പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ അമ്മ സംഘടന എന്ന് പറഞ്ഞാൽ തന്നെ ഇതുപോലെ നടന്മാരെ സഹായിക്കാനും അവർ ചെയ്യുന്ന സകലവിധ തൊട്ടിത്തരങ്ങളും ന്യായീകരിക്കാനും വെളുപ്പിക്കാനും അവരെ പരമാവധി കേസുകളിൽ നിന്ന് ഒഴിവാക്കാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഡീറ്റെയിൽഡ് പറയുന്നില്ല. യെസ്, അന്വേഷണവുമായിട്ട് സഹകരിക്കും ഞാൻ. എക്സ്ക്യൂസ് മീ. അപ്പം അന്വേഷണങ്ങൾ പരാതി കൊടുക്കാൻ ഞാൻ ഇപ്പോഴും എന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഐ എം ഒരു ലീഗലി മൂവ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അന്വേഷണങ്ങൾ വരുമ്പോൾ സഹകരിക്കാൻ ഐ എം റെഡി. നോ, നിങ്ങളത് വളച്ചൊടിക്കരുത്. ഐ എം ടെല്ലിങ്. അതിൽ കൃത്യമായി രാജേഷ് സർ പറയുന്നുണ്ട്, വരുന്ന അന്വേഷണങ്ങൾ ഞാൻ സഹകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐ എം നോട്ട് റെഡി ടു ഗോ ഫോർ എ ലീഗൽ തിങ് ഓർ നോട്ട്. നമ്മളത് സിനിമയിൽ തന്നെ നമ്മൾ അതിന്റെ വേണ്ട നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ്. യെസ്, അതാണല്ലോ വേണ്ടത്. സിനിമയിൽ ഇനി ഇതിങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. സോ അതിലോട്ടൊന്നും കോൺട്രവേഴ്സിയിലോട്ടൊന്നും ഞാനില്ല. നോ, അതൊന്നും ഇല്ല. ഇനി ഞാൻ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നില്ല. എന്റെ ഒരു നിലപാട് ഞാൻ പറയാം. ഇന്ന് ഇവിടെ IC മീറ്റിംഗ് കൂടുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ പ്രസന്റ് ആവും. ഞാൻ കൊടുത്ത പരാതിയുടെ ജെനുവിനിറ്റി അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് സിനിമ ദേ വിൽ ടേക്ക് ഓൺ ആക്ഷൻ. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സിനിമയ്ക്കുള്ളിൽ സംവിധാനങ്ങളുള്ളിൽ നടപടി മതി, പോലീസിലേക്ക് ഇല്ല. അത് അതിന് വേണ്ടത് സിനിമയുടെ ഔട്ട്സ്കേർട്ട് ആവുമ്പോഴാണ് നിയമ നടപടികൾ. എനിക്ക് സിനിമയിലാണ് മാറ്റം വരേണ്ടത്. സോ ഞാൻ അതിൽ തന്നെ സ്ട്രോങ് ആയിട്ട് സ്റ്റക്ക് ചെയ്യുന്നു. ആൻഡ് ഫോർ ഓൾ മീഡിയാസ്, താങ്ക് യു. നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിലൊക്കെ എനിക്കറിയാം എന്താണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തത്. താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഇപ്പം ഭീമയുടെ ഇനാഗുറേഷൻ ആണ്. ലെറ്റ്സ് സ്റ്റക്ക് ടു ദാറ്റ്. ആൻഡ് താങ്ക് യു. ഇതിന്റെ ഇനി തുടർന്നുള്ള നടപടികളും അല്ലെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ഇന്ന് ഈവനിങ് മേ ബി അറിയാൻ പറ്റുമായിരിക്കും. സോ ഐ സ്റ്റക്ക് ടു മൈ സ്റ്റേറ്റ്മെന്റ്. ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല. പരാതിയായിട്ടേ മുന്നോട്ട് നിയമ നടപടികളായിട്ട് പോയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ പരാതി ഞാൻ പിൻവലിക്കത്തില്ല. കൊടുത്ത ചേംബറിനും ലീക്കായിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് മാതൃഭൂമിയാണ് എന്നോട് ഫിലിം ചേംബറിൽ നിന്നുമാണ് അത് ലീക്കായതെന്ന് പറഞ്ഞത്, വിവരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞത്. പക്ഷേ അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായിരുന്നില്ല. ദാറ്റ്സ് വൈ ഐ ബ്ലെയിംഡ് സജി നന്ദ്യാറ്റ് ആൻഡ് ഐ ഫീൽ സോറി ഫോർ ദാറ്റ്. വേറൊരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യാണ്. പരാതി സമർപ്പിക്കുന്നതിന് മുന്നേ ഹൈദരലി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടറിന് ഓൾറെഡി പരാതി കിട്ടിയെന്ന് പറഞ്ഞ അമ്മയുടെ നിന്ന് പരാതി കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ കൂടെ ഐ നീഡ് ടു നോ ബിഫോർ ബ്ലെയിമിങ് എനി അസോസിയേഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.